എന്നാ സജീവണ്ണ തുടങ്ങാമെങ്കിൽ പിന്നെ പോവാങ്കി ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എതുവുമേ നടക്കാതെ മാറി റിയാക്ഷൻ കാട്ടുന്ന മൂഞ്ചി എങ്ങടാ എന്നെ നോക്കിട്ട് ഉത്തരവാദിത്ത അണ്ണനുള്ളതാ. അണ്ണ മാറിക്കും. ഒന്ന് ഷർട്ട് പൊക്കൂ. ഇപ്പൊ ഇല്ല. ഭാഗ്യം. എനിക്ക് വാക്കുകളില്ല എന്റെ അടുത്ത് പറയാം. സൈറ്റ് നമ്മള് പണിക്കാരല്ല, കണ്ട്രാക്കന്മാരാ കൂടുതൽ. എല്ലാരും കണ്ട്രാക്കന്മാരാ. അവര് തന്നെ കണ്ടിട്ടില്ലെന്ന് പറയണ്ട. അതല്ലാതെ ഒരു സാധനം കൂടി ഉണ്ട്, അതെനിക്കറിയാം. അവരെല്ലാരും ഇപ്പൊ സെലിബ്രിറ്റിയാ. അടിച്ച് വിറ്റായിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. കാട്ടമ്പള്ളി ഗുണ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ എന്താണ് ഈ കാട്ടിൽ നിൽക്കുന്നത് നിങ്ങൾ ചിന്തിക്കും. മറ്റൊന്നുമല്ല, നമ്മളെ ഇൻസ്റ്റാ പേജിലൂടെ ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു തടിവെട്ടുകാരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മരം വെട്ടും ടീമും ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്ന് ഇവരുടെ കൂടെ കൂടാൻ പോവാണ്, അതാണ് വാസ്തവം. ഹായ്, എല്ലാവരും ഇരുന്ന് ഹായ് പറയൂ. അപ്പൊ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണല്ലേ? അതെ. അപ്പൊ കൂട്ടത്തിൽ എന്നെയും കൂടെ കൂട്ടൂ ഇന്നത്തെ ദിവസം. അണ്ണാ, എനിക്ക് എത്ര സാലറി? എന്റെ ശമ്പളം പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങുള്ളൂ. നാളേക്കൊപ്പം തരുമല്ലേ? നാളേക്കൊപ്പം തരും. നമ്മള് ശമ്പളം വീഴ്ചെടുക്കുകയാണ്. ഒരാൾക്ക് ഇത്ര ശമ്പളം അല്ലേ? ഇല്ല, നമ്മളില് ഈ ശമ്പളം നമ്മളെ മുതലാളിക്ക് എന്ത് കിട്ടുന്നോ അതിലൊരു പങ്ക് കൊടുക്കും. അന്ന് മുതലാളിനെ ആദ്യം പരിചയപ്പെടുത്തി. ഇതാണ് മുതലാളി. ചേട്ടന്റെ പേര് സുജീഷ്. ബാക്കി അണ്ണനെ അറിയാം, അണ്ണനാണ് വൈറൽ താരം. മുറിക്കുന്ന സജീവണ്ണൻ. പിന്നെ ഇത് ഞാൻ അനിയനാണ്, സ്വന്തം ചേട്ടനാ. എന്റെ വീഡിയോസ് ചെയ്യുന്നൊക്കെ ഞാനാണ്. വീഡിയോസിലൊക്കെ കാണുന്ന മെയിൻ ഇവരെല്ലാം കൊണ്ടുപോകുന്ന സാരഥി അല്ലേ? ചേട്ടന്റെ പേര് അഭിജിത്ത്. ഓക്കെ, അടുത്ത താരം നിൽക്കുന്നു. എന്റെ പേര് ബാബുരാജ്. ബാബുരാജ് എന്നെ വെള്ളൂരിനെ അറിയപ്പെടും. എന്താണ് വെള്ളലൂര്? അതിന്റെ കാരണം എന്താ? ആ സ്ഥലത്തിന്റെ പേര് അതായതുകൊണ്ടാണ്. ആയതിന്റെ പേരിൽ ഇവിടെ ഞാൻ ഇപ്പൊ ഈ പുത്തംകുളം ചെറുക്കൻ താമസിക്കുന്നതിന്റെ പേരിൽ ഇവിടെ താമസിക്കപ്പോ എല്ലാവരും അറിയപ്പെടുന്നത് വെള്ളൂരിനാണ്. അതുകൊണ്ട് ആ പേരിൽ അറിയപ്പെടുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, സജീവണ്ണന് വേറൊരു പേരുണ്ടല്ലോ, കെണ്ടറോ? മണികണ്ഠനാണ് എല്ലാരും വിളിക്കും. മണികണ്ഠനാണ്. മണികണ്ഠൻ ഷോർട്ട് ആക്കിയിട്ട് അതിന്റെ ലാസ്റ്റത്തെ കെണ്ടർ മാത്രം. വേറെ എല്ലാവർക്കും യഥാർത്ഥ പേരുള്ളൂ. ഒരാളുടെ ഉണ്ട് ഏറ്റവും കൂടുതൽ പേരുള്ളവരാണ് എല്ലാരും അറിയപ്പെടുന്ന വേറെ പേരുണ്ട്. അതെന്നത് പുറത്ത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല, ഇഷ്ടം പോലെ പേരുണ്ട്. പത്തി പഠിച്ച ഒരു പേര്, വേറെ സ്കൂളിൽ പോയപ്പോ അടുത്ത പേര്, പിന്നെ നാട്ടിൽ വേറെ പേര്. ആരെങ്കിലും സ്വന്തം പേര് വിളിച്ചിട്ടുണ്ടോ? അച്ഛനും അമ്മയും മാത്രം വിളിക്കും. സാധാരണ നേരെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്ന പേരുകള്. ഇപ്പോഴും ഏറ്റവും അറിയപ്പെടുന്നത് കാട്ടമ്പള്ളി ഗുണ. കാട്ടമ്പള്ളി ഗുണ വലിയ പേരാണ്. പഞ്ചാര എന്നുള്ള പേരുണ്ട്. പഠിച്ചപ്പോ അവിടെ ഇട്ട പേരാണ് പഞ്ചാരന്ന്. അപ്പൊ പഞ്ചാരത്തോരൊക്കെ കയ്യിലുള്ളത് അല്ലേ? ആണോ? ആയിരിക്കാം. അല്ല, ഇവരോട് ചോദിക്കാം, ഈ പഞ്ചാരടി നിങ്ങക്ക് പ്രശ്നമായിട്ടുണ്ട്? ഇല്ല, വർക്ക് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാം കാര്യങ്ങളൊക്കെ. നമ്മൾ ഒരുമിച്ച് സാധനം ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ആണ്. നമ്മളുടെ ഒരു വെറുപ്പ പണക്കോ ഒന്നുമില്ല. പിന്നെ നമ്മളെ വിജയം എന്ന് പറയാൻ നമ്മളെ ശമ്പളം ഇപ്പൊ പറഞ്ഞല്ലേ, മുതലാളി ഇത് കണക്ക് ഒരു ദിവസം നമുക്ക് 200 രൂപയാണെന്ന് പറഞ്ഞാല് നമ്മൾ അതിന് ഓക്കെയാണ്. അല്ലാതെ അതിപ്പം മുതലാളിക്ക് 500 എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ അതില് നമുക്ക് വീതിച്ച് അതേ കണക്ക് തരും പൈസ. മഴ ഉണ്ടെങ്കിലേ ഞങ്ങൾ പോയി മേടിക്കും. ഞാനാ പോയി മേടിക്കുമ്പോ ഞാൻ മാമനോടെ കൊണ്ടുപോയി മേടിച്ചിട്ട് നമ്മൾ ഇന്ന ദിവസം പണി വെച്ച് നമ്മളത് വീതിക്കും. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഇത്ര ലാഭം കിട്ടും. ലാഭം കിട്ടുന്നതിനകത്ത് ഈ പുള്ളിക്ക് ഇത്ര ശമ്പളം, ആ ശമ്പളം കൊടുക്കും. മാമന് ഇത് എത്ര, ഇവർക്ക് ഇത്ര, അങ്ങനെ ശമ്പളം കൊടുത്തിട്ട് ബാക്കി ഒരു വിധമാണ് എനിക്ക് കിട്ടുന്നത്.
അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതിൽ കൂടുതലും ഇല്ല കുറവില്ല എല്ലാം തുല്യമായിട്ട്. ചിലപ്പോൾ കൂടുതൽ കിട്ടും, കൂടുതൽ ഉള്ളപ്പോഴത്തേക്ക് അവർക്ക് അതിനനുസരിച്ച് ശമ്പളം കൊടുക്കും. ശമ്പളം മാറുന്നുണ്ട്. സജിയണ്ണന് വേറൊരു പ്രത്യേക സാധനം കൂടെ കൊടുക്കുമല്ലോ, സജീവണ്ണ 2000 രൂപ പ്ലസ്. 2500 തരുന്ന ദിവസങ്ങളുണ്ട്. പണി ഓവർ ടൈം പണിയൊക്കെ അതല്ലാതെ ഒരു സാധനം കൂടെ ഉണ്ട്, അതെനിക്കറിയാം. അത് എനിക്ക് കറക്റ്റ് രാവിലെ എത്തിട്ട് വേണം എനിക്ക് അങ്ങനെ ആവശ്യം. ഒരു അര അടിച്ചാല് അല്ല അങ്ങനെയൊന്നുമില്ല, അരയൊന്നും വേണമെന്നില്ല. ഒരു ബെഗ് അടിക്കും രാവിലെ. എനിക്ക് അളവറിയത്തില്ല, അല്ല അതുകൊണ്ടല്ല, ഒരു വെക്കുന്നൊക്കെ പറയുമ്പോൾ ശകലം പണി വേണം. വരുള്ളൂ. അല്ലെങ്കിൽ 120 അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു 3-5 വർഷം ഇവിടെ ഇല്ലായിരുന്നു. Perfect ആ, work എല്ലാം വന്നപ്പോ perfect ആ. ചെറിയൊരു വിറയല്. ഒരു ഫോൺ ഉണ്ട്. അപ്പൊ അത് ചാവകലം രാവിലെ രാവിലെ കഴിക്കണം. പിന്നെ തോനെ വേണമെന്നൊന്നുമില്ല. പിന്നെ ആയിട്ട് ഇപ്പൊ 2 മണി 3 മണി ആ ലോഡ് കയറ്റാൻ സമയമാകുമ്പോ അപ്പൊ കയറ്റാൻ സമയത്ത് രണ്ടുപേരും കൂടെ ചെറുതെടുത്ത് അടിച്ച് അവിടെ തീരും. അതായത് 3 നേരം ഭക്ഷണത്തിന് മുമ്പ് 3 നേരമല്ല 2 നേരം. 2 നേരം. കള്ളം പറഞ്ഞ കാര്യമില്ല, നമുക്ക് ഉള്ള കാര്യം. 2 നേരം പിന്നെ നമ്മൾ ഇതിന്റെ മണ്ടയ്ക്ക് കയറാൻ റെഡി ആയിട്ട് നിൽക്കാം. വേറൊരു കാര്യമുണ്ട്, നമ്മള് മരം വെട്ടുകാരെന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മരം വെട്ടരുത് എന്നുള്ളൊരു അഭിപ്രായം കൂടെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അതിന് ഞങ്ങളിപ്പോ ഒരു സർപ്രൈസ് വരുന്നുണ്ട്. ഇടയ്ക്ക് തന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു സ്കൂളില് ഒരു 10-100 എത്ര മരോ 100 100 മരത്തിന്റെ തൈകൾ ഈ സ്കൂളില് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെക്കാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് സ്കൂളിൽ നിങ്ങൾ ഒരു മരം വെട്ടുമ്പോ ഒരു മരം വേറെ എവിടെയെങ്കിലും നട്ടിരുന്നാൽ അത് തന്നെ നല്ല കാര്യം. ഇതൊരു ഉപജീവന മാർഗം കൂടെ ആയതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ കണക്കാക്കാം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കൂടുകയാണ്. എനിക്ക് പണി വല്ലതും ഉണ്ടോ, അതോ ഞാൻ ഇങ്ങനെ കൺട്രാക്ട് കൂട്ടാൻ മതി? കൺട്രാക്ട് കിട്ടാതെ മതി. ഇപ്പൊ തന്നെ ഇവിടെ സൈറ്റ് നമ്മള് പണിക്കാറില്ല, കൺട്രാക്കന്മാരെ കൂടുതൽ എല്ലാരും കൺട്രാക്കന്മാരെ. അതിന്റെ അടുത്ത് ഒരാളും കൂടി എക്സ്ട്രാ പിള്ളേരില്ലായിരുന്നു. ഇല്ല കണ്ടോ ഞാൻ പൊളിച്ചെടുത്തില്ല. ഇന്നത്തോടെ ഒരു തീരുമാനം എത്തും. അപ്പൊ സജി എന്നാ ഓൾ ദി ബെസ്റ്റ്. ഇതൊക്കെ ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങൾ എന്തായാലും കയറൊക്കെ കെട്ടി സേഫ് ആയിട്ട് പോകുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങൾ തന്നെ നോക്കണം. ഈ കാണുന്ന പ്രേക്ഷകരോടാണെങ്കിലും ഇവര് ഭയങ്കര ഹൈലി സെക്യൂർഡ് ആയിട്ട് തന്നെ ഇത് കയറുന്നത് എന്നുള്ളതാണ് അല്ലെ. അപകടമൊന്നും ഇതുവരെ ആർക്കും പറ്റില്ല, അല്ല സേഫ്. ഓക്കെ, അപ്പൊ തുടങ്ങാൻ പണി. ഓക്കെ, ഞാൻ ഇന്ന് ഞാൻ കൺട്രാക്ടാണേ. ഓക്കെ കേറിക്കോ. ഒരു 7 മണിയാകുമ്പോഴാണ് നമ്മളെല്ലാരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും. പിന്നെ തിരിച്ചു വരുന്നതിന് സമയമില്ല. അതാണ് നമ്മളെ ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞത്. ചിലപ്പം 9 മണിക്ക് തീരും. എന്തായാലും ഒരു 1200 രൂപ മാക്സിമം ഒരു ഡെയിലി കാണും. എങ്ങനെയായാലും 5 മണിയാകുമ്പോൾ തീരും. ഗവൺമെന്റ് ജോലിക്കാരെ ശമ്പളം ഉണ്ട്, 2500 റിസ്ക് ഉണ്ട്. അത് എനിക്ക് ശമ്പളം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി സജിയണ്ണാ, ഞാൻ താഴെ നിപ്പുണ്ടേ, എന്നെ നോക്കേണ്ട ഉത്തരവാദിത്തം അണ്ണനുള്ളതാ. പിന്നെ സജിയണ്ണോ 11:30 ഒരു 12:30 തീരുവോ? 11:30 1 മണിക്കകത്ത് തീരുവോ? ഇതിപ്പോ അരമണിക്കൂറിനകം തീരുവോ? ഇതൊക്കെ സിമ്പിള്. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് മരം വെട്ട് പരിപാടി? എനിക്കിപ്പോ 29 വയസ്സായി. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ അതായത് ഒരു 13-14 വയസ്സുള്ളപ്പോഴത്തേക്ക് നമ്മളെ വീട്ടിൽ പരിപാടി ഉണ്ട്. അച്ഛനാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അച്ഛൻ നടത്തിക്കൊണ്ടിരുന്നപ്പോ അതിന് ഞങ്ങളും ഈ ജോലി കൊച്ചില് പഠിക്കാൻ പോലില്ല. ആ സമയത്ത് ശനി ഞായറൊക്കെ പണി ഉണ്ടെങ്കിൽ പോകും, വിറവ് ഇറക്കാൻ പോകും. നമ്മളെ കൊണ്ട് ഒക്കുന്ന പണി നമ്മൾ ചെയ്ത് അച്ഛനുള്ള ചില്ലറ കാര്യം അത് മേടിച്ച് അങ്ങനെയുള്ള പരിപാടിയാണ്. പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ സ്വന്തമായിട്ട് തുടങ്ങി. അച്ഛന് ഒരു മില്ലൊക്കെ എടുത്ത് ഇച്ചിരി കയ്യിൽ നിന്ന് പൈസ പോയായിരുന്നു. അങ്ങനെ അത് ആയപ്പോഴത്തേക്ക് പിന്നെ അച്ഛനോട് ഇല്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് പിന്നെ ഞാൻ ഇത് മതിയാക്കി എല്ലാം അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടി കൊടുത്ത് ഒരുവിധപ്പെട്ട കടങ്ങളൊക്കെ അങ്ങനെ തീർത്ത് നമ്മൾ നിൽക്കും. ഇന്നപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ മലക്കറിയുടെ പരിപാടി തുടങ്ങിയത്. മലക്കറിയുടെ പക്ഷെ അതൊന്നും കിട്ടത്തില്ല, നമ്മളെ ഡെയിലി ഉള്ള നമ്മളെ ചിലവ് കടന്നു പോത്തേ ഉള്ളൂ. എന്നിട്ട് നടത്തി പോയി പൊക്കോണ്ടിരുന്ന് അനിയനും കൂടെ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടങ്ങിയെന്ന് വെച്ചാൽ ഈ വേറെയുള്ള മരമുറിപ്പുകാരുണ്ട്. അച്ഛൻ അന്ന് മരമൊക്കെ എടുത്ത് ബ്രോക്കർമാരുണ്ട്. ഇവരൊക്കെ സ്വന്തമായിട്ട് അങ്ങ് മുറിപ്പ് തുടങ്ങി. അച്ഛൻ പോയ സമയത്തെ മുറിപ്പ് തുടങ്ങിയപ്പോഴത്തേക്ക് ഇവരൊക്കെ നമ്മളെ കാണുമ്പോൾ കളിയാക്കിയുള്ള ചിരിയും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളെ കളിയാക്കി ചിരി. അപ്പൊ നമ്മൾ ആരെയും മുണ്ടത്ത് എടുക്കത്തൊന്നും ഇല്ല, ആരുടെ ഒന്നും ഒരു വിഷമമില്ല, നമ്മളെ കാര്യം നോക്കി പോകും. അങ്ങനെ ചെയ്തപ്പോ കാണാൻ പിന്നെ ഒരു ദിവസം ഞാൻ നിനക്ക് പറഞ്ഞിടാ നിനക്ക് നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അപ്പൊ ഈ മാമ അവിടെ പുത്തങ്ങളെ തീക്കായിരുന്നു. അപ്പോൾ ജംഗ്ഷൻ ഉണ്ട്.
ഞാൻ ഇങ്ങനെ തുടങ്ങാം. തുടങ്ങാതെ നീ ഇയാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ് നിനക്ക് കിട്ടുന്ന പൈസ ഇതിനൊക്കെ ശമ്പളമുള്ള കണക്കെ തരുന്നത്. അത് കുഴപ്പമില്ല, ഇയാൾ തരുന്ന എത്രയായാലും സന്തോഷമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി അങ്ങ് പൊക്കോട്ട് അപ്പൊ അവിടെ ഉള്ളവരെ കളി ആയിക്കോട്ടെ, ഇവന്മാർ ഇങ്ങനത്തെ ചെയ്യാൻ പോണു. പണ്ട് കണക്കൊക്കെ ആയി പോയല്ലേ, ഇനിയിപ്പം വിജയിക്കോ എന്നുള്ളത്. അണ്ണൻ പണി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി കഥകൾ തുടങ്ങുകയാണ്. നിങ്ങളുടെ ജീവിത കഥ സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. പറയോ? ഉറപ്പല്ലേ? അതോ ചില വേണോ? ഇല്ല, അല്ലാതെ പറയും. അല്ല, ഈ അണ്ണൻ എങ്ങനെയാണ് ഇങ്ങനെ ഉള്ളിലേക്ക് ലേശം പോയാലാണോ ഫുള്ള് കഥ പറയാ, അല്ലാത്തപ്പോഴാണ്? അവർക്കൊരു കോൺഫിഡൻസ് ഇത് സാധനം ഉണ്ട്. അവർക്ക് സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് ആ സമയത്ത് കഴിച്ചില്ലെങ്കിൽ ശരീരത്തിന് വിറയിലൊക്കെ ഒരു മൈൻഡിന്റെ പ്രശ്നമാണ് വരും. അപ്പോഴത്തേക്ക് നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ കൊടുക്കാതെ നോക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കറക്റ്റ് സമയം പുള്ളിക്ക് വയ്യാതെ വരും. വയ്യാതെ വരുന്നോണ്ട് കറക്റ്റ് സമയത്ത് നമ്മൾ കൊടുക്കും. ഓവറായിട്ടൊന്നുമില്ല, ഈ മരമുറിപ്പായോണ്ട് രാവിലെ ഒന്ന് ചെറുതായിട്ട് കഴിച്ചിട്ട് ഇറങ്ങും. പിന്നെ ഉച്ചയ്ക്ക് ഇതേനൊക്കെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ചെറുതേ ഉള്ളൂ, അല്ല ഫുള്ള് അടിച്ച് വിറ്റായിരിക്കുന്ന പരിപാടി ഒന്നുമില്ല. പിന്നെ പോവാൻ നേരേ ഉള്ളൂ. പോവാൻ നേരം ബൈ പറയുമ്പോ അതൊരെണ്ണം. ഈ അണ്ണ വിചാരിക്കും ഈ പെണ്ണ് മൊത്തത്തിൽ എന്നെ കള്ളുകൂടിയാക്കി മാറ്റുമെന്നാണോ വിചാരിക്കുന്നത്? മറ്റുള്ളവർ പറയുന്നതല്ലല്ലോ നമ്മളെ ജീവിതം. ഇല്ല, അല്ല ഞാൻ വന്നിട്ട് ഇങ്ങനെ കള്ളുകൂടിയനാണെന്ന് വിചാരിക്കില്ല. ആൾക്കാർ വിചാരിക്കും ഇവള് മറ്റേ മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ പോവാണെന്ന്. ചാനലിൽ വരെ ഒരു ഇവിടെ ഒന്ന് ഷർട്ട് പൊക്കൂ, ഭാഗ്യം. പക്ഷെ അധികം പ്രോത്സാഹിപ്പിക്കുമല്ലോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാലോ, മൊത്തത്തിൽ പ്രശ്നമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഇപ്പൊ ഞാൻ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ പെണ്ണ് കെട്ടിയ 3 മക്കളുണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? രണ്ടുപേരും ജോലിക്ക് പോകണം, മൂത്തവർ രണ്ടുപേരും. സച്ചു, അർച്ചന, ആതിര മാത്രമേ പഠിക്കുന്നുള്ളൂ. രണ്ടുപേരും പഠിക്കുന്നുള്ളൂ. ബാക്കി രണ്ടുപേരും ജോലി. ഈ ജോലി എടുത്ത് തന്നെയല്ലേ മക്കളെ പഠിപ്പിച്ച് ജോലി പഠിച്ചൊന്നും. ഇപ്പൊ നമ്മള് ഒരു 3-4 വർഷമായിട്ട് ഞാനും വൈഫായിട്ട് ചെറിയ പോണാണ്. കൊച്ചുങ്ങളായിട്ടൊന്നും പ്രശ്നമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ അവരവിടെയാണ്. കൊച്ചുങ്ങൾ വെള്ളിയാഴ്ച ശനിയാഴ്ച വൈകിട്ട് വരും, തിങ്കളാഴ്ച രാവിലെ അങ്ങ് പോകും. കണക്കൊക്കെ മാറ്റണ്ടായി. ഈ ചേച്ചിയുടെ പേരെന്താ? സിന്ധു ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അണ്ണൻ പാവമാണ്, തിരിച്ചു വരണം പ്ലീസ്. അല്ലേ? അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാതില്ല. ഇപ്പൊ വീട് പണി കഴിഞ്ഞു, പണികളുണ്ട്. ഇപ്പം സിന്ധു ചേച്ചി പിള്ളേരും വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള സ്ഥലമുണ്ടോ? ഓക്കെ, അപ്പൊ സിന്ധു ചേച്ചി അണ്ണൻ പാവമാണ്. അതെ, എന്തെങ്കിലും കാരണത്തിൽ പ്രശ്നം നമ്മള് എന്തോ ആയിക്കോട്ടെ, പ്രശ്നം എന്തോ ആയിക്കോട്ടെ, ആളെ നിങ്ങളെ സ്വീകരിക്കാൻ റെഡി ആയിട്ട് ഇവിടെ നിൽക്കാണ്. കണക്കൊക്കെ മാറ്റി വെച്ചെങ്കിൽ പോരെ, അല്ലേ? അത്രേ ഉള്ളു. ഇതുണ്ട് അടുത്ത ആള്, പേരെന്നാ? ബാബുരാജ്. നമ്മള് പുഷ്പാന്ന് വിളിക്കുള്ളൂ. കുഴപ്പമുണ്ടോ? എന്തോ വിളിച്ചോന്ന് ചീത്ത ഒഴികെ ബാക്കി എന്ത് വിളിച്ചോളൂന്നാണ്. ആണ് ആ ഒരു ലുക്കും ആ ഒരു തലയെക്കെട്ടും. എന്താ, എത്ര വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? ഈ മുറിപ്പിന്റെ പരിപാടി നമ്മളിപ്പോ തുടങ്ങിയിട്ട് 12 വർഷമായി. 12 വർഷമായി. ഇവര് പപ്പയുടെ കൂടിയാണ്. അപ്പൊ അപ്പയ്ക്ക് ഇത്തിരി ഒരു ബുദ്ധിമുട്ട്, ഇത്തിരി നെല്ലൊക്കെ എടുത്തപ്പോ ഇത്തിരി നഷ്ടങ്ങളും കഷ്ടങ്ങളും എല്ലാം വന്ന് ഒരു കൊച്ചുങ്ങളാണ്. നഷ്ടത്തിലും കഷ്ടത്തിലും കൂടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ എനിക്ക് ഭാര്യയും 3 മക്കളും ഉണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് മൂത്തവൻ ടൈൽസിന്റെ മേഖലയാണ്, അവന് 42 വയസ്സുണ്ട്. പിന്നെ രണ്ടാമത്തെ മോള് ഇവിടെ ഈ പ്ലാന്റോട് പറയും മീനമ്പല. ആ കൊച്ചു തൊഴിലുറപ്പിന് പോവുകയാണ്. പിന്നെ അവരെ ഭർത്താവിന് ഒരു മേശം പണിയാണ്. പിന്നെ ഇളയമുണ്ടായിരുന്നു, അപ്പം ഇപ്പം ഇപ്പം 2 മാസമാണ് ഒരു വണ്ടി ആക്സിഡന്റ് പറ്റി. നമ്മളാ ഷൂട്ടിന് പോണേ ഒരു 3 ആഴ്ച മുമ്പായിരുന്നു, വണ്ടി ആക്സിഡന്റ് ആയിരുന്നു. ഞാൻ ഭാര്യയ്ക്കെന്ന് പറഞ്ഞാൽ ഈ പ്രഷർ ഉണ്ടെങ്കിൽ ഒരു തലയൊക്കെ പൊട്ടി ഇവിടുന്ന് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വിട്ട്. അന്ന് ഈ മദ്യത്തിന്റെ പുറത്ത് ആംബുലൻസ് ഞാൻ പറഞ്ഞു തിരുവനന്തപുരം വിടുന്നു പറഞ്ഞു. ഞാൻ തിരുവനന്തപുരം വിട്ടു. പിന്നെ 29 ദിവസം ഐശ്വര്യ പറഞ്ഞു. 30 തിരിച്ചു കൊണ്ടുവന്നു. കുഴപ്പമൊന്നുമില്ല, ആരോഗ്യമൊക്കെ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ഹാപ്പി. ചേച്ചി ചോദിക്കാണ്, ഈ വീഡിയോസ് ചെയ്യുന്നോണ്ട് ആൾക്കാരൊക്കെ അറിയാറുണ്ടെന്ന്? അതെ, വന്ന് സംസാരിക്കാറുണ്ട്. അല്ല, നിങ്ങൾ ഫേമസ് ആയതുകൊണ്ടല്ലേ അല്ല, ഇത് നാട്ടിൽ നിന്ന് മാത്രമല്ല, വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു കൂട്ടുകുടുംബം പോലെയുണ്ട്. അനിയത്തിമാര് തന്നെ 3-4 പേര് അവിടെ ചിറ്റാവുണ്ട്. ഇവരെല്ലാവരും ഇല്ല ടച്ചിന്റെ സെറ്റ് ഉരുപ്പുണ്ട്. ഇവര് തങ്ങൾ പറയും, ഞാൻ പറയുമ്പോഴത്തേക്ക് അത് വരുന്നെന്ന് പറയും. സെലിബ്രേറ്റ് നമ്മളിതില് വേറെ കുഴപ്പം ഇവര് ചെയ്യുന്ന പണി എന്താ പറയുക,
ചില സമയത്ത് നമ്മൾ ഇത്തിരി മദ്യം അടിക്കാൻ തുടങ്ങും. നമ്മളെ ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ അടിക്കും. അത് ഇയാളൊന്ന് പൊളിച്ചെടുത്താൽ പൊളിച്ചെടുത്തിട്ട് ഇതാണ് നെറ്റി കെട്ടി കൊടുക്കും. ഇതാണ് പ്രശ്നം. ഈ പിള്ളേരെ പ്രശ്നം അല്ലേ? അല്ല, പിള്ളേരൊന്നും ഇവര് തങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്റെ ഒരു ചോദ്യം ഇല്ല. മദ്യപിക്കാൻ സമ്മതിക്കില്ലെന്നാണോ? മദ്യപിക്കാൻ സമ്മതിക്കില്ല. ഇവിടെ എൻ്റെ പേര് സുജീഷ്. ഞാനാണ് പണി നടത്തുന്ന എടുക്കുന്ന കാര്യം മെയിൻ. അങ്ങനെ അച്ഛൻ്റെ ഇത് ഏറ്റെടുത്ത് നമ്മൾ നടത്തിയ കഥ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വയ്യാതായിരുന്നു, സുഖമില്ലാതെ അങ്ങനെ കൊണ്ട് കാണിച്ച് അങ്ങനെ 3 മാസം കിടന്ന ശേഷമാണ് പിന്നെ തുടങ്ങി ഇങ്ങനെ വീഡിയോ എടുപ്പും കരയെ വെച്ചപ്പോൾ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഇപ്പം പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ, എവിടെ ഇറങ്ങിയാലും അവിടെ എല്ലാം അറിയുന്ന ആൾക്കാരെ. പിന്നെ പണിക്ക് ഒരു കുറവില്ല, എല്ലാ ദിവസവും പണി കാണും. അത് എവിടെയെങ്കിലും ഈ മൊബൈൽ വഴി തന്നെ പണികൾ കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങനെ എന്നും പണിയുണ്ട് നമുക്ക്. ഇൻസ്റ്റയിൽ നമ്മളെ കാണാൻ വേണ്ടി, ആൾക്കാർക്ക് കാണാൻ വേണ്ടി നമുക്ക് ഈ തെങ്ങ് മുറിപ്പൊക്കെ നമ്മളെ ഇൻസ്റ്റയിൽ നിന്ന് മെസ്സേജ് വരും. അപ്പൊ നമ്മൾ അവിടെ ചെന്ന റീല് ചെയ്യുമെന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ട് നമുക്ക് വർക്ക് തരും. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടി വർക്ക് എല്ലാം കൂടി ചെറിയ മുറിപ്പാണെങ്കിൽ എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് നമുക്ക് വർക്ക് ഇല്ലാത്ത ഒരു ദിവസങ്ങളിൽ അവിടെ ഈ തെങ്ങ് മുറിപ്പ് അങ്ങനെയുള്ള. പൊതുവെ ഇപ്പം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കാണ്, പഠിച്ച് ജോലി മേടിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് പോവാത്ത എന്തുകൊണ്ടായിരുന്നു? നമ്മളെ വീട്ടിലെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ 10-25 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വരുമാനം വന്നു തുടങ്ങും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ. അപ്പൊ അല്ലാതെ നമ്മൾ അന്നോട്ട് ജോലിക്ക് പോകുമ്പോൾ നമ്മളെ വീട്ടിലേക്കുള്ള സഹായങ്ങൾ, ഇപ്പൊ IT തന്നെ ഞാൻ പഠിച്ചത് എന്റെ വരുമാനത്തിലാണ്. ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഒരു ആട്ടോ എടുത്തിട്ട് ആട്ടോ ഓടിയിട്ട് ആ ബുക്കായാലും കാര്യങ്ങളായാലും പിന്നെ ഫീസ് അടപ്പ് കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് എന്റേതും അവൻ്റെതും ഞാൻ അടച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ രണ്ടും ഒരു ക്ലാസ്സിൽ, അവൻ 10 കഴിഞ്ഞ് വന്ന് ഞാൻ +2 കഴിഞ്ഞ് പോയി. അപ്പൊ രണ്ടുപേരും ഒരു ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഞാൻ തന്നെയാണ് ചിലവെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചാണകം നോക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അന്ന് നമുക്ക് ഒരു പണിയില്ലാത്ത അവൻ പെയിന്റിങ്ങിന് പണിക്ക് പോകും. പിന്നെ വലിയ വണ്ടിയുടെ ലൈസൻസ് എടുത്തപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഈ നാടക വണ്ടിയിലൊക്കെ വണ്ടി ഓടാൻ പോകും. രാത്രി ഉറക്കഴിഞ്ഞാൽ ഓടേണ്ടി വരും. അങ്ങനെ പോകും. പിന്നെ അതിന് ശമ്പളം കുറവായിരുന്നു. പിന്നെ കഴിഞ്ഞപ്പോൾ ടിപ്പർ ഓടാൻ പോകും. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റിലെടുക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോകുമായിരുന്നു. അത് നല്ല വരുമാനമാണ്. ആ സമയത്താണ് നമ്മൾ വസ്തു മേടിക്കുന്നത്. വസ്തു ബാങ്കിലാണ്. ആ സമയത്ത് ബാങ്ക് വെച്ചിട്ടാണ് നമ്മൾ വീട് വയ്ക്കുന്നത്. ഒന്നുമില്ലായിരുന്നു, അച്ഛൻ വീട്ടിലായിരുന്നു നമ്മൾ വാടകയ്ക്ക്. വാടകയ്ക്കല്ല, അവരെ വീട്ടുകാർ അച്ഛൻ്റെ സ്വന്തക്കാർ വരുമ്പോൾ അവർക്കൊന്നും ഇഷ്ടമല്ല നമ്മൾ താമസിക്കുന്നത്. അവർ വന്ന് അവരെന്നൊക്കെ പറയും, കൊച്ചിലോട്ടെ അവരെ ആറ്റും തുപ്പും കേട്ടും കിടക്കുക. അപ്പം എങ്ങനെയെങ്കിലും ഒരു വസ്തു മേടിക്കണം, ഒരു ചായപ്പ് കെട്ടിയെങ്കിലും താമസമാവണം എന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെ വീട് വെച്ച് താമസം. ഇപ്പോഴും ബാങ്കിൽ കടമുണ്ട്. അത് ഇനിയും തീർന്നില്ല. അടയ്ക്കാനുള്ള ഒരു ഇതില്ല. കാര്യം നമ്മളെ ഈ ഒരു വരുമാനത്തിനെ പൊക്കോണ്ടിരിക്കുക. നമ്മളെ എല്ലാ കുറച്ച് കടങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മാസം എനിക്ക് 10-35,000 രൂപ കാണും ഒരു മാസം കടങ്ങൾ പിടിക്കുക. വണ്ടിക്ക് CC ഉണ്ട്, പിന്നെ കൊച്ചിന് LIC കാര്യങ്ങൾ, പിന്നെ എല്ലാ ഉള്ള ഞാൻ വയ്യ കാണുന്നപ്പോൾ കുറച്ച് പൈസ കടം വന്നു. അപ്പം അതിൻ്റെ എല്ലാം പൈസ അതെല്ലാം അടഞ്ഞു പോകണം. 30-35 രൂപ മാസം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പം ഞാൻ അതിനൊരു 6-7 മാസം ആവാതെ തീരായി. അത് തീർന്നിട്ടേ ഇനി ബാങ്കിലോട്ടുള്ള അടപ്പ് കിടക്കും. ആഴ്ച ബാങ്കിൽ ആൾ വന്നിട്ട് പോയി 1 ലക്ഷം രൂപ പലിശ കിടക്കുന്നത്, അതുകൊണ്ട് എങ്ങനെ അടക്കണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വലിയ പാടാണ്, നടക്കത്തില്ലെന്ന് പറയും. അപ്പം ഒന്നുമില്ലെങ്കിൽ ഇറക്കി വിടമ്പോൾ ഇറങ്ങി പോകും. എന്നിട്ട് വാടക വീട്ടിൽ നോക്കി ആ ഒരു സിറ്റുവേഷൻ നിൽക്കും. അങ്ങനൊന്നുമില്ല, അതൊക്കെ നടക്കും. പേരെന്താ? അഭിജിത്ത്. ഇവിടെ ഇവരുടെ കൂടെ കൂടിയിട്ട് എത്ര കാലായി? ഞാനിപ്പം ഒരു 1.5 മാസം. 1.5 മാസം. അപ്പൊ 2 മാസം കൂടെ ഇവൻ സംഭവിച്ചാലേ ഇവൻ നമ്മളെ നമ്മളെ 3 പേരും കൊച്ചിയിലോട്ട് കളിച്ച് ഞാനിവനെ ഒന്നിച്ച് പഠിച്ചാണ്. നമ്മളല്ലാതെ തന്നെ എല്ലാ കാര്യത്തിനും ഒന്നിച്ച് കളിച്ചോളന്നായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിത്തമൊക്കെ കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾക്ക് ഇപ്പം വണ്ടി ഓടാൻ പോയി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം കൊണ്ട് ഞാൻ വേറെ ജോലിക്ക് പോയി. അങ്ങനെ മാറിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ എണ്ണടിക്കാൻ പമ്പിൽ വെച്ച് കണ്ടു. അപ്പോൾ അവർക്കൊന്ന് ജോലിയുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഒരാഴ്ചയായിട്ട് പണിയില്ലാതെ വീട്ടിൽ നിന്ന സമയത്തായിരുന്നു. അങ്ങനെ ഇവൻ ചോദിച്ചു, എടാ പണി ഉണ്ടായപ്പോൾ എന്തൊരു പരിപാടി? അപ്പോൾ ഞാൻ പറഞ്ഞു, പണി കുറവടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞേടാ പണിയുണ്ട്, ഇതാണൊക്കെ വരുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ നീ വിളി എന്ന് പറഞ്ഞു. അപ്പം നമ്പര് കൊടുത്ത്. അന്ന് ഞായറാഴ്ച വൈകിട്ട് ഒരു 6:30-7 മണിയായപ്പം ഇവൻ വിളിച്ചിട്ട് പറഞ്ഞിടാ പണിയുണ്ട്, നാളെ വാ എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തൊട്ട് ജോലിക്ക് കയറി. പിന്നെ പോയിട്ടില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനമ്മ, പിന്നെ ചേച്ചി 2 കുട്ടികള്. ഇവരാണ്, ഇദ്ദേഹമാണ് നിങ്ങളെ ഫേമസ് ആക്കിയത്. വീഡിയോസ് എടുത്തും
ഒക്കെ അല്ലെ? എങ്ങനെയാണ് അങ്ങനെ ഒരു ആശയം ചെയ്യാൻ തുടങ്ങിയത്? ആശയം വരാന്ന് പറയാൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ ഇതെനക്ക് ഈ മുറിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് നല്ലോണം തുടങ്ങണം, അപ്പം വീഡിയോസിൽ കൂടെ നമുക്ക് ഇത്തിരി റീച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പം എല്ലാരെയും കണ്ട് കോപ്പി ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള ശൈലിയിൽ വീഡിയോ ചെയ്ത്, അപ്പം ഈ അണ്ണനെ സജീവണ്ണനെ വെച്ചും ഇവരെ എല്ലാവരെയും ഫുള്ളും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്ത്. അപ്പോഴത്തേക്ക് വീഡിയോസിനൊക്കെ ഭയങ്കര റീച്ച് ആയിരുന്നു. ആ ഫസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോ തന്നെ ഏകദേശം 100K ഒക്കെ അടിപ്പിക്കാൻ തുടങ്ങിയപ്പം പിന്നെ എനിക്ക് തന്നെ മനസ്സിലായത് നല്ല റീച്ച് ഉണ്ട്. അങ്ങനെ കണ്ടന്റ് മാറ്റി 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 തന്ന് ഇപ്പം എങ്ങനെയായാലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഏറ്റവും കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ആയാലും 200K എന്തായാലും ഓടിക്കും. പിന്നെ മില്യൺ മിക്ക വീഡിയോ എല്ലാം മില്യൺ എന്നുള്ള രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഇവൻ പണിക്ക് വന്നപ്പോഴത്തേക്ക് ഇവൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അവൻ വന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവന് ചാനലിൽ നമ്മൾ കൊണ്ടുപോകണം. ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ വേണം, കണ്ടന്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അന്നൊരിക്കൽ ഒരു വീഡിയോക്കകത്ത് സജീവന്റെ പിറത്ത് ഇങ്ങനെ പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ ഇതിനൊക്കെ ഇവനെ കൊണ്ട് പിടിപ്പിച്ചപ്പം അതും കയറി മില്യൺ അടിച്ച വീഡിയോ. അങ്ങനെ ഇവനെ ചാനലിൽ പോകാൻ നേരത്തെ ഭയങ്കര സന്തോഷമായിരുന്നു. ചാനലിൽ പോകുന്നതിന്റെ പിറ്റേന്ന് ഷോ ടെലികാസ്റ്റ് ചെയ്തതിന്റെ അന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് പറയാണ്, എനിക്ക് വാക്കുകളില്ലെന്ന് എൻ്റെ അടുത്ത് പറയാൻ. ഭയങ്കര കരച്ചില് ടിവി. അവ എന്നിട്ട് എന്റെ വേറൊന്നും കൊണ്ടല്ല, നമ്മളെ കൊച്ചിയിലെ നമ്മളെ വീട്ടിൽ TV ഇല്ല. നമ്മളെ അടുത്തുള്ള വീട്ടിലൊക്കെ പോയി ഇരുന്ന് കണ്ട് ആ കൊച്ചിലെ കണ്ടു വളർന്ന് അപ്പോഴത്തേക്കും നാളെ, അതായത് ഇപ്പൊ നാളെ രാത്രി 8:30 നമ്മളെ TV കാണുന്നെന്ന് പറയുമ്പോ ഭയങ്കര ഇതെനിക്കിരുന്ന് എന്റെ അടുത്ത് പറയാണ്, അളിയാടാ നിന്നെ നാളെ ഇപ്പൊ എല്ലാരും വീട്ടിൽ നമ്മളാണ് പോയി കണ്ടുകൊണ്ടിരുന്ന, ഇപ്പൊ നാളെ നമ്മളെ ഷോ അവരെല്ലാരും ഇരുന്ന് കാണും, സന്തോഷം തന്നെ. എന്റെ അടുത്ത് വാക്കുകളൊന്നും പറയില്ല, ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു. അത് ഫസ്റ്റിലെ ഞാൻ ഇവർക്ക് കൊടുത്തതാ. ഇവര് നമ്മൾ ഈ റീൽസ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ഈ ലോക്കൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, ഇവര് നമ്മുടെ അടുത്ത് പറയാം ഇവന്മാർക്ക് വേറെ പരിപാടിയില്ല, അവരെന്തിനിങ്ങനെ വീഡിയോ ചെയ്യുന്ന, വല്ല ഉപയോഗം ഉണ്ടാ, വല്ല പൈസ കിട്ടുമെന്ന്. അപ്പൊ ഞാൻ ഇവരുടെ തന്നെ പറഞ്ഞ് നിങ്ങളെ ഏതെങ്കിലും ഒരു ചാനലിന്റെ അകത്ത് കയറ്റുമെന്ന് പറഞ്ഞു പറഞ്ഞതാ. സംഭവം നോക്കോ തുടരെ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കും. നമുക്ക് എന്തായാലും സന്തോഷമുള്ളൂ. കാര്യം നമ്മളൊന്നും പേയ്മെന്റിന് വേണ്ടി ഒന്നും അല്ലേ വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പൊ യൂട്യൂബിൽ തന്നെ ഞാൻ പറഞ്ഞല്ലേ 10K സബ്സ്ക്രൈബർ ആകാൻ പോകണം. ഇപ്പം സാധാരണ യൂട്യൂബ് പിടിക്കുന്ന തന്നെ ഒരു 1000 ആയി കഴിഞ്ഞാൽ തന്നെ അവരത് പേയ്മെന്റിനുള്ള മെത്തേഡാണ് നോക്കണം. ഞങ്ങളിപ്പം 10K ആവാറായിട്ട് പോലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. കാര്യം എന്താ, നമുക്ക് നമ്മളെ മുതലാളി ശമ്പളം തരുന്നുണ്ട്, വർക്ക് ഉണ്ട്, പിന്നെ നമ്മളൊരു എന്റർടൈൻമെന്റ്, പിന്നെ സന്തോഷം. വർക്കിന്റെ പണി ഇല്ലായിരുന്നാലേ നമുക്ക് ഓരോ വിഷമവും കാര്യങ്ങളൊക്കെയാണ്. വീട്ടിൽ ഇരുന്ന് ആലോചിക്കും ഓരോ കടങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചിന്തിച്ച് നമുക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ കൊച്ചുള്ളതുകൊണ്ട് കൊച്ചു കളിച്ച് പോകാനും കുഴപ്പമില്ല കേട്ടാ. പണിയില്ലായിരിക്കില്ല നമുക്ക്, അതുകൊണ്ട് പണിക്ക് പോയാൽ നമുക്ക് ഭയങ്കര സന്തോഷം. പണിയും കാര്യങ്ങളും ഇപ്പൊ തമാശ ഒന്നും അറിയുന്നില്ല. ഭയങ്കര സന്തോഷത്തോടെ ഈ ഇടയ്ക്ക് തമാശ കളിയാൻ ജോലി ഇല്ലെങ്കിൽ ഒരു ദിവസം പോക്കാണ്. വേറൊരു കാര്യമുണ്ട്, നിങ്ങളിവിടെ നിന്നതിന്റെ പേരിൽ നമ്മൾ ഒന്നും സംസാരിക്കില്ല. അല്ലാതെ ഉള്ള സൈറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ തള്ളപ്പെട്ട് പറയുകയും ചെയ്യും. അതാണ് കണ്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ നമ്മളെ ജോലി നടക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും കാര്യങ്ങളൊക്കെ നമ്മൾ ജോലിയും പൊട്ടു പോകും. വീഡിയോസിൽ കണക്കൂട്ടലുണ്ട്. വൈകുന്നേരം 5 മണി 6 മണി ആകുമ്പോഴത്തേക്ക് തീർക്കണം എന്നുള്ളതുണ്ട്. അത് നമ്മള് തീർത്തിരിക്കും എന്തായാലും. എന്തിനു പണിയാലും ഏറ്റവും കൂടുതൽ തടി എടുക്കുന്ന സമയത്താണ് ഭയങ്കര പ്രശ്നം വരുന്നത് അല്ലെ? എങ്ങനെ ഈ വലിയ തടികളൊക്കെ എടുക്കാനായിട്ട് എങ്ങനെ പറ്റുന്നു? ആരോഗ്യം എവിടുന്ന് കിട്ടുന്നു? അത് ആരോഗ്യമൊന്നും അല്ല, അതൊരു മനസ്സിന്റെ. ഇപ്പൊ ഞങ്ങളെ ടീമിലെ മെയിൻ ആയിട്ട് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാനും സജീവണ്ണുമാണ്. അപ്പം ഇവര് തടിയെടുക്കൂലെന്നല്ല, ഇവര് ലോഡിങ്ങാ. എന്നാലും ശരി തന്നെ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു വലിയ തടി വരാൻ നേരത്തെ ഞാൻ ചോദിക്കണം സജീവണ്ണ എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. സജീവണ്ണൻ പറയും ഓടാ നമുക്ക് പോടാന്ന് പറയും. അങ്ങനെ പോകുമ്പം അത് പോവാത്ത തടിയായാലും ശരി എന്നെ അണ്ണ ഇതൊക്കെ പോടാന്ന് പറയുമ്പോ നമുക്കൊരു മനസ്സിനൊരു ധൈര്യം കിട്ടും. എങ്കിലും ചോദിക്കാണ്, എനിക്ക് പുതിയതായിട്ട് അറിയാനുള്ള ആകാംക്ഷ, എന്ത് ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നത് ഇങ്ങനെ തടിയൊക്കെ എടുക്കാൻ? രാവിലെ മാത്രം നമ്മള് ഇത് ഹോട്ടലിൽ നിന്ന് കാപ്പി മേടിച്ചോണ്ട് പോകും. ഉച്ചയ്ക്ക് എന്ന് പറയുന്നത് നമ്മള് പഴഞ്ചോറാണ്, അതായത് രാത്രി സെറ്റ് ചെയ്ത് വെച്ചാലും കൊണ്ടുപോകും. പാത്രം ഉണ്ട്, വലിയ പാത്രത്തിൽ കൊണ്ടുപോകും. പ്ലേറ്റിലിട്ട് പഴഞ്ചോറും പഴഞ്ചോറും എല്ലാ കറിയും കാണും. പഴങ്കഞ്ഞിക്കടയിൽ കയറി കഴിക്കത്തില്ലേ, അപ്പൊ അതിൽ കുറെ സാധനങ്ങൾ കാണത്തില്ല. അത് കണക്ക് എല്ലാ സാധനവും കാണും, ഒരുപാട് കറി. എന്തായാലും അത്രയും ചൂടാൻ നിൽക്കുമ്പോഴേ കഞ്ഞി കുടിക്കുമ്പോഴത്തേക്ക് മരച്ചീന അല്ലെങ്കിൽ ചക്കയൊക്കെ കലക്കി കുടിച്ച് കഴിയുമ്പോൾ ശരീരം അങ്ങ് തണുക്കുന്നു. അപ്പൊ ഹോട്ടലിൽ നമ്മളൊരു ഊണ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ 3 പേര് കഴിച്ചാൽ പഴങ്കഞ്ഞി ഉണ്ടോ? വർക്കില്ലാത്തോണ്ട് പക്ഷെ എനിക്കൂടെ തരുമെന്ന് ചോദിക്കാനേ ഇല്ല. വർക്കുള്ളപ്പോഴേ ഉള്ളൂ. ഇന്നലെ നമ്മളെ ഷെഡ്യൂളിൽ മാറ്റി രാത്രി വെച്ചിട്ട്
എടുക്കുന്നു. ഫ്രിഡ്ജിൽ അല്ല അതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനമാണ്. അല്ല നമ്മള് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞില്ല ഒരു ഊണ് ഇതിന്റെ ഉപയോഗമുണ്ട്. ഈ പഴഞ്ചോറ് കൊണ്ടുപോയാലേ നമുക്ക് പിന്നെ ചോറെടുക്കാൻ വേണ്ടി ഹോട്ടലിൽ പോകാൻ വേണ്ടി ഒരാൾ മെനക്കെട്ട് പോകണ്ട. നമ്മളെ സമയം കറക്റ്റ് നമ്മൾ കഴിക്കാൻ സമയം ചിലപ്പോൾ 3 മണിക്കായിരിക്കും വിശക്കുന്നത്. ആ വിശക്കുന്ന സമയത്ത് വണ്ടി എടുത്ത് വെച്ച് അപ്പോഴേ കഴിക്കുക, വേറെ സമയം പോകില്ല അവിടെ. അപ്പോൾ അത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രാവിലെ ഇപ്പൊ ഇറക്കുന്ന ആ ഒരു എനർജി തന്നെ ഉച്ചയ്ക്കും കാണും. തീർച്ചയായിട്ടും. എന്നിട്ട് ഈ തടി എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? മില്ലിലേക്ക് കൊണ്ടുപോകും. പ്ലൈവുഡ് കമ്പനി. ഡയറക്റ്റ് ഡീലിങ്സ് ആണോ അത് വേറെ ആള് ത്രൂ ആണ് ചെയ്യുന്നത്? അല്ല ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് അല്ല, നമ്മളെ വില അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഒരു സ്ഥലത്ത് വില കൂടുതലാണെങ്കിൽ അവിടത്തേക്ക് അങ്ങ് കൊടുക്കും. പിന്നെ മില്ലിലേക്ക് പോകണം, നീളം തടിയൊക്കെ മില്ലിലേക്ക് പോകണേ. അപ്പൊ ആ നീളം തടിയൊക്കെ മില്ലിലേക്ക് കൊടുക്കും. പിന്നെ ഈ തെങ്ങും തടിയുണ്ട്. അത് നമ്മളെ വീടിന്റെ തട്ടില്ലേ, തട്ടടിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന തെങ്ങും തടി. അത് തെങ്ങും തടി ഇപ്പൊ ആഴ്ച 2 ദിവസം ലോഡുണ്ട്. അത് ആഴ്ച 2 ദിവസം കൊടുക്കും. അതൊരു 35 ദിവസം അടിക്കും, എങ്കിലും നമുക്ക് മുതലായി പോകും. അങ്ങനെ 2 ട്രിപ്പായിട്ട് അങ്ങ് അടിച്ച് നിർത്തും. ഈ വലിയ മരങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കോ അപ്പം എന്തായാലും എല്ലാ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഇൻസിഡന്റ് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ വലിയ തടികൾ ഇറക്കോ വെട്ടോ ഒക്കെ ചെയ്ത സമയത്ത്? നമുക്ക് ഇന്ന് വരെ ഒരു അപകടം സംഭവിച്ചിട്ടില്ല. അതെ, അങ്ങനെയല്ല പോട്ടെ. വന്ന് ഞാൻ നോക്കും. ഞാനും മാങ്ങളുടെ ഫസ്റ്റ് പോയി നോക്കുന്നത്. ഞാൻ കണ്ടുപോകണം നോക്കുന്നത്. നോക്കിയിട്ട് ഞങ്ങൾ പോയി നോക്കും. സജീവന്റെ നിൽക്കുന്ന കാണാൻ നോക്കും. അല്ലെ വേറെ ഒരു മുറുപ്പാരുടെ വിളിക്കണം എന്ന് നോക്കും. ചിലപ്പോൾ 2 മുറുപ്പാർ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോയി നോക്കിയിട്ട് അതെല്ലാം കണക്ക് കിട്ടിയേ പോകുള്ളൂ. ചിലപ്പോൾ വലിയ കുഴിയിലാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത തടിയുണ്ട്. അപ്പൊ നമ്മളിവിടെ ഉഷസ് എന്ന് പറയും ഒരു മില്ലുണ്ട്, തടിമില്ല്. അപ്പൊ പുള്ളി നമ്മളെ ഭയങ്കര കമ്പനി. അപ്പൊ അതുകൊണ്ട് സാധാരണ ഇപ്പൊ ഇച്ചിരി തോനെ പൈസ മേടിക്കുന്നതായിരിക്കും വണ്ടി എല്ലാം നല്ല റേറ്റ് മേടിക്കുന്ന കൈ. നമ്മളിന്ന് കുറച്ച് മേടിക്കും. നമ്മൾ പണ്ടേ ഉള്ള സഹകരണം ഉള്ളതുകൊണ്ട് നമ്മളെ കുറച്ച് മേടിക്കുള്ളൂ. അപ്പം പുള്ളി നമുക്ക് എപ്പോഴും ക്രെയിം വേണമെങ്കിലും ക്രെയിം വിട്ട് തരും. ക്രെയിൻ വെച്ച് വെട്ടിയെടുക്കും അല്ലേ? അല്ല, കുഴി വലിച്ചേരി തരും. വണ്ടി എടുക്കും. പിന്നെ ഈയിടയ്ക്ക് ഇപ്പം നമ്മള് റിസ്ക് ആയിട്ടുള്ളൊന്നും ഇപ്പൊ ചെയ്യാറില്ല. എങ്കിലും ശരി തന്നെ, ഈയിടയ്ക്ക് നമ്മളൊരു മതില് മറിച്ചായിരുന്നു. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഉത്തരവാദിത്തം ഫുള്ളും ചെയ്യും. അതായത് നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവർക്കുള്ള നമ്മൾ ചെയ്തു കൊടുക്കും, അതിന് എന്തിനായാലും. അപ്പം ഇന്നിപ്പം മതില് ഒരു മരം മുറിച്ചിട്ടപ്പോഴത്തേക്ക് മതില് മറിഞ്ഞ്. അപ്പൊ അവിടുത്തെ ഒരു ആന്റിയാണ്. അപ്പൊ നമ്മള് പയ്യന്മാരായിട്ട് നമ്മുടെ സ്നേഹം എന്നിട്ട് പറഞ്ഞു, മോനെ ഇത് എന്തിനാടാന്ന് ചോദിച്ചു. സംഭവത്തില്ലേ നമ്മൾ പറ്റത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. ആദ്യമേ പറഞ്ഞു പറ്റത്തില്ല, അല്ല മതില് കെട്ടാൻ പറ്റത്തില്ലെന്നല്ല, ആ മരം മുറിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞായിരുന്നു അതിന്റെ ഒരു കല്ലൊക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് മുറിച്ച്. ഇതേ മഴ നനഞ്ഞ കോവുന്നിരിക്കും, സ്ട്രോങ് അല്ലായിരുന്നു. ഓല ഒന്ന് അടിച്ചേ ഉള്ളൂ. അവര് തന്നെ അടിച്ചപ്പോഴത്തേക്ക് മതിൽ പൊളിഞ്ഞു. പക്ഷേ അല്ല, പക്ഷെ വേറെ നമ്മൾ ഏത് പരിപാടിയിൽ നമ്മൾ എടുക്കും. ഞാനും അവനും കൂടി രാവിലെ പോയി മണ്ണ് സിമെന്റും എല്ലാം എടുത്ത് കല്ലെല്ലാം എടുത്ത് രാവിലെ തൊട്ട് 12 മണിയാകുമ്പോ കെട്ടിത്തീർന്നവര്. ശമ്പളം കൊടുത്താൽ നമുക്ക് പണി അറിയാം. നമുക്ക് ആ പണി അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അന്ന് നമുക്ക് 500 രൂപ വെച്ച് കിട്ടി. എനിക്ക് 500 കിട്ടി, അവന് 500 കിട്ടി. ആ വീട്ടിൽ നിന്ന് കിട്ടി. വൃത്തിയായിട്ട് ആ പണി ചെയ്ത് കൊടുത്തതുകൊണ്ട് അവര് മാത്രം അവര് തന്നെ മറ്റൊരാളുടെ അടുത്ത് പറയും സംഭവിച്ചു കഴിഞ്ഞാല് ഇന്ന ആളിനെ വിളിച്ചു കഴിഞ്ഞാൽ അവര് ആദ്യം കെട്ടിയത് സിമെന്റ് ഒന്നും ഇല്ലായിരുന്നു, വെറുതെ തടിയും തട്ടിയില്ല, ഓല പോയി തട്ടി. ഓല അടിച്ചേ ഉള്ളൂ. ഓല അടിച്ചാൽ പറഞ്ഞു. അവര് തന്നെ അതിശയപ്പെട്ടു പോയി. ഈ ഓല അടിച്ചിട്ട് തടി അത്രത്തോളം വിലക്കുറവായിരുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇനിയുള്ള ഒരു വലിയ ആഗ്രഹം എന്തായിരിക്കും? ഇനി ഞങ്ങൾക്കുള്ള ഒരു ആഗ്രഹം, ഒറ്റൊരാഗ്രഹമുള്ളൂ. ഇത്രയും നാൾ നമ്മൾ ഈ ചാനലിലും അങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഏതെങ്കിലും ഒരു ഫിലിമിന്റെ അകത്ത്, അത് ഏതോ ആവട്ടെ, ഏതെങ്കിലും ഒരു ഫിലിമിന്റെ അകത്ത് നമ്മളെ ഫേസ് കാണിച്ചില്ലെങ്കിൽ ശരി തന്നെ, നമുക്ക് നമ്മളെ സജീവണ്ണ എന്നുള്ള വിളിയിൽ ഏതെങ്കിലും ഒരു ഫിലിമിന്റെ അകത്ത് ഒരു മുറിപ്പ്. പൈസ ഒന്നും വേണ്ട, പേയ്മെന്റ് അത് ഇപ്പോഴും പറയാനേ, പേയ്മെന്റ് 1 രൂപ വേണ്ട, നമ്മൾ അവിടെ പോയി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു മരമുറിപ്പിന്റെ സീൻ വരും, മരമുറിപ്പിന്റെ ഒരു സീൻ വരുമ്പോഴത്തേക്ക് അതിൽ ജസ്റ്റ് മരമുറിപ്പ്, നമുക്ക് ഡയലോഗ് ഒന്നും വലിയ ബാക്ക്ഗ്രൗണ്ടിൽ അവർക്ക് പൈസ ഒന്നും വേണ്ട, ഒരു സിനിമയിൽ ഡെയിലിത്തെ ജോലി എന്താണ് അത് കാണിക്കാം. ഒരു സിനിമയ്ക്കകത്ത് ഒരു ഷോട്ട് വരുന്ന എനിക്ക് ഒരു വീട്ടിൽ നിൽക്കുന്ന മരം മുറിച്ചു കൊടുക്കുന്ന ഒരു സീൻ, അതിന്റെ അകത്ത് നമ്മളെ ഫേസ് ഒന്നും കാണിച്ചില്ല ശരിയാണ്. ആ ഒരു ഷോട്ടിൽ മരം മുറിക്കുന്നതായിട്ട് കാണിക്കുമ്പോൾ നമ്മളെല്ലാരും കൂടി ഒന്ന് വർക്ക് ചെയ്യുന്ന ആ ഒറ്റ ഷോട്ടായാലും മതി. അതേ ഉള്ളൊരു ആഗ്രഹം. അല്ലാതെ ഡയലോഗ് 10 സെക്കൻഡ് ആയാലും മതി, ഡയലോഗ് ഒന്നും വേണ്ട. സജീവണ്ണായാലും നമുക്കായാലും ജസ്റ്റ് വിളിയൊന്ന് വിളിച്ചേ സജീവണ്ണനെ. എന്നാ സജീവണ്ണ തുടങ്ങാമെങ്കിൽ പിന്നെ പോവാങ്കി. ഓക്കെ, മറ്റേ ഈ ടൈമിന്റെ സീൻ എന്താണ്? ടൈം എങ്ങനെയാണ് ഈ ചോദ്യം? അത് സംഭവം എന്ന് വെച്ചാൽ അത് 2ാമത്തെ 3ാമത്തെ വീഡിയോ ആണ്. ആ വീഡിയോക്കകത്തെ അത് എന്റെ കണ്ടന്റാ. സംഭവം എന്താണെന്നറിയോ, ഈ പുള്ളീനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മളെ കണ്ടന്റിലേ ചെയ്യൂ. അപ്പം വലിയ ഇതൊന്നുമില്ല.
അപ്പൊ ഞാൻ ഇതന്നെ പറഞ്ഞു എന്നാ മരം വീണ് കേട്ടോ, മരം കയറിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ച് മരം വീടുന്നതിന്റെ റീൽസ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കുന്ന ഇതെല്ലാം ചെയ്ത് തന്നപ്പോ എനിക്ക് ഇതിനൊക്കെ തോന്നി ഇതിനൊക്കെ ഒരു കാര്യം ചെയ്യാം, പുള്ളിയിരുത്തി ഇതിനൊക്കെ ഒരു ചലഞ്ച് ആയിട്ട് കൊടുക്കാം. അപ്പൊ മരം വീണ് താഴെ കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ കയറുന്നതിന് മുമ്പ് ഫസ്റ്റില് പോയി വേറൊരു മരം എടുത്തപ്പം ചോദിച്ചു എന്നാ ഈ മരം എത്ര മണിക്കകത്ത് തീരുവാണ്? അപ്പോഴത്തേക്ക് പുള്ളി പറയാനൊക്കെ ഇതൊരു ഞാൻ ചോദിച്ചു 1 മണിക്കകത്ത് വീഴും. അപ്പൊ പറഞ്ഞ ഇല്ല ഒരു 12-12:30 അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പുള്ളി എടുത്ത് 12:30 തീരുകയാണെങ്കിൽ ശമ്പളത്തിന്റെ പൈസയുടെ കൂടെ ഒരു കോട്ടനുള്ള പൈസ പ്ലസ്. ഇപ്പൊ കോട്ടന്റെ 200 രൂപയാണ്. അപ്പം പുള്ളി എന്തായാലും അത് കിട്ടിയാലും ഇല്ലായാലും ചെയ്യും. പക്ഷെ അത് പറഞ്ഞപ്പോ കുറച്ചും കൂടെ എനർജി കൂടി നോർമലായിട്ട് വീഡിയോ ചെയ്ത് അപ്പോഴത്തേക്ക് ഞാൻ അതിന്റെ എല്ലാ വീഡിയോസിനും നമ്മള് ലാസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുക്കും. അത് അങ്ങനെ കൊടുക്കും. അപ്പോഴത്തേക്ക് ഞാൻ ഈ പുള്ളി ലാസ്റ്റ് സമയം ചെയ്യും. കാരണം 12:30 മരം വീണ അപ്പോഴത്തേക്ക് പറയും 12:15 മരം വീണെന്ന് പറയും. എന്നിട്ട് ഞാൻ ഒരു ക്യാപ്ഷൻ കൊടുക്കും, സാലറി പ്ലസ് 200 രൂപ എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ കൊടുക്കും. ഭയങ്കരമായിട്ട് ഇതെങ്ങനെയാ സജീവണ്ണ ഇത്ര കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1 മണിക്ക് വീണോന്ന് ചോദിച്ചാൽ 12:50 ആകുമ്പോ തീർത്തിരിക്കും എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ്? ഒരു മരം കാണുമ്പോ നമുക്കൊരു കണക്കൂട്ടല്ലോ. അതെ, എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ? ശ്രദ്ധയാണ്, നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഇൻസ്റ്റന്നല്ല യൂട്യൂബ് ഒക്കെ ഉണ്ട് വരുമാനം കിട്ടി തുടങ്ങിയോ? നമുക്ക് സമയമില്ല. കാര്യം വെച്ചാൽ പറഞ്ഞില്ല, ഇപ്പൊ ഞാനിത് റീൽസ് ആയിട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എനിക്കിപ്പം യൂട്യൂബിന്റെ കാര്യം നോക്കാം, ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം സെപ്പറേറ്റ് നോക്കാം. ഞാൻ ഇവരോട് വർക്ക് ചെയ്യില്ലേ. അപ്പം എനിക്ക് ഒന്നാമത്തെ കാര്യം യൂട്യൂബിൽ നിന്നുള്ള ഇതിന് വീഡിയോസ് ചെയ്യാനുള്ള സമയമില്ല. ഇൻസ്റ്റയ്ക്കകത്ത് തന്നെ റീൽ ഇടുന്നത് ഞാൻ വെളുപ്പിലെ 3 മണി വരെ ഇരുന്നിട്ടാണ് ഒരു വീഡിയോ തീർക്കുന്നത്. വർക്ക് 10 മണിക്കാവും തീരുമ്പോൾ. അപ്പം ഇൻസ്റ്റയ്ക്കകത്ത് നിന്ന് പേയ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയ്ക്കകത്ത് നിന്ന് ഇപ്പൊ ആഡ് ചെയ്തല്ലേ, നമ്മളാകെ 2 വീഡിയോസ് ചെയ്തല്ലോ. നമുക്കൊന്നാമത്തെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, നല്ല കിട്ടുകയാണെങ്കിൽ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പം ഈ ആഡ് ചെയ്യുന്നതിന്റെ അകത്തുനിന്ന് പ്രോഡക്റ്റ് പ്ലസ് തുച്ഛമായ പൈസ കിട്ടുന്ന. അപ്പൊ അത് കിട്ടുന്ന പൈസയിൽ എന്തായാലും ശരി നമ്മളിൽ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് പരിപാടിയൊന്നുമില്ല. ഇവർക്ക് കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള പൈസ കൊടുക്കും. ഇപ്പം അവനായാലും ശരിയാണ്, എല്ലാവർക്കും അതിന്റെ ചെറിയ ശതമാനം കൊടുക്കും. നമുക്കിതൊന്നും അല്ല, അവർക്ക് ഒന്നാമത്തെ കാര്യം എന്താ, അവർക്ക് ഈ പേയ്മെന്റിന്റെ അല്ല, അവർക്ക് അവർക്ക് അവരെല്ലാവരും ഇപ്പൊ സെലിബ്രിറ്റിയാ. കാര്യം വെച്ചാൽ എന്താ, അവരെ ആഗ്രഹം എന്തിനായിരുന്നു, അവര് ജന്മത്തോലും വിചാരിച്ചല്ല ഇങ്ങനെ ഒരു ഇപ്പൊ നിങ്ങൾ തന്നെ ഇവിടെ വരാനുള്ള ഒരു ഇത് വന്നില്ല. അപ്പൊ നമ്മളിവിടെ ഇത്രയും ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ ഉള്ളിലുള്ള ഒരാൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് നമ്മളെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അത് തന്നെ അവർക്ക് സന്തോഷം. അവർക്ക് അത് മതി, അവർക്ക് പേയ്മെന്റ് ഒന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പം അവര് ഒരാൾക്കാരെ കാണുമ്പോഴത്തേക്ക് അവർക്ക് സന്തോഷമല്ലേ, അല്ലെ പറയാല്ലേ നിനക്ക് ഞാൻ ഇന്നക്ക് ഇന്ന ഷോയിൽ പോയി എന്ന് പറയുന്നത് നമ്പർ ചോദിക്കും. നമ്പർ ചോദിച്ചത് ഉള്ള ഉപയോഗിച്ചാൽ ഓരോരുത്തർ വിളിച്ചിട്ട് ഇപ്പം കോട്ടയത്തായിരിക്കും, ചിലപ്പോൾ കൊച്ചി കൊച്ചിന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് വിളിക്കും. കാസർഗോഡ് നിന്ന് ഇപ്പം ഒരാൾ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് ഒരു ചോദിക്കുന്ന ഒരേ കാര്യങ്ങൾ ചോദിച്ചിട്ട് പറയാം എന്തൊരാവശ്യം ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് അവരെ വിളിച്ചാൽ മതി. എന്തൊരാവശ്യം നിങ്ങൾക്ക് എന്തൊരാവശ്യം വന്നാലും നിങ്ങൾ അവിടെ വന്നാൽ വിളിച്ചാൽ. ഇനിയിപ്പോ ഞങ്ങളും ഉണ്ട് കൊച്ചിയിൽ, നിങ്ങൾക്ക് പോരാം. നമ്പർ തന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് പണിക്ക് വിളിച്ചാൽ എവിടുന്നാണ്? വയനാട്ടിൽ ഇതിപ്പോ ഒരു ശല്യം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. എവിടെ ചെന്നാലും നമ്മളെ വണ്ടി തടഞ്ഞു നിർത്തും. കൊച്ചു പിള്ളേർ ഓടി വന്ന് വെള്ളം മാറ്റി തരും. പിന്നെ ഇതിനിടയ്ക്ക് തന്നെ വേറെ ആള് നമ്മളറിയുന്ന ആളല്ല, അയാൾ നമ്മളെ വണ്ടി കണ്ടോട്ട് ആൾ ഓടി വന്നിട്ട് വലിയ 2 കുപ്പി പെപ്സിയും ചപ്പവും ചാറും എല്ലാം സ്നേഹം കൊണ്ട് അങ്ങ് പൊതിയാണ്. അങ്ങനെയുള്ള ഈ കൊച്ചു പിള്ളേരൊക്കെ വെള്ളം മാറ്റിട്ടുണ്ടെന്ന് പറഞ്ഞാലേ അതാണ് എന്റെ ഒരു ഭയങ്കര സ്നേഹം. അതേപോലെ ചിലര് പൈസക്ക് വിളിക്കുന്നവരുണ്ട്, ചേട്ടാ കണക്ക് 1000 രൂപ 500 രൂപ അങ്ങനെ വിളിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു എന്റർടൈൻമെന്റോ പാട്ടോ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ ഉണ്ടാവുമല്ലോ? പാട്ടൊന്നുമില്ല ഞങ്ങൾക്ക്. നമ്മള് റീൽ ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മളൊരു കണ്ടന്റ് നമ്മളെല്ലാരും കൂടി ഇതിനൊക്കെ ഇരുന്ന് പറയും. ഇപ്പൊ ചേട്ടനായിരിക്കും ചില ദിവസം കണ്ടന്റ് ഇടുന്ന. കണ്ടന്റ് ചേട്ടൻ പറയുമ്പോ ഇവൻ പറയണ അതിന്റെ അകത്ത് അങ്ങനെ കൂടി കയറ്റി അവരെന്ന് പറയാം. അപ്പൊ നമ്മളെല്ലാരും കൂടി ചെയ്താണ് കണ്ടന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് തന്നെ എന്റർടൈൻമെന്റ്. ഇത് മാത്രമുള്ള എന്റർടൈൻമെന്റ്, പണി മാത്രം. വേറെ ഒന്നുമില്ല. അവര് ആഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുമ്പോഴേ അവർക്ക് അറിയാം ആ വീഡിയോ എന്തായാലും പിറ്റേന്നത്തെ മാറ്റിക്കില്ല, അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് രാവിലെ വരുമ്പോ അവർക്ക് കാണണം. എന്നിട്ട് അവര് തന്നെ കണ്ടിട്ടിരുന്ന് പറയണ്ട ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതാണ് ഇതാണെന്ന് അവർക്ക് സന്തോഷം. ഇതൊക്കെയാണ് സന്തോഷം. ഇവര് ചെയ്ത ഒറ്റ പണി വേറെ ഇത് മാത്രമേ ഉള്ളൂ. ഇവർ 2 ജോലിക്കാർ കൂടി മലയാളിയെ ഒരു തെങ്ങിൻ്റെ മോള് കയറ്റി എടുത്ത് കൃഷ്ണന്റെ ഒരു അതൊരു റീൽ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ ഇതിനൊക്കെ സജീവണ്ണത്തിനും ചോദിക്കും, അണ്ണാ സജീവണ്ണ നമുക്ക് നമ്മളെ മുതലാളിനെ തെങ്ങിന്റെ മേലിൽ ഇരുത്തിക്കൊണ്ട് പോവാന്ന് ചോദിക്കും. അപ്പോഴത്തേ പുള്ളി പറയാം 10 അടിയുടെ തെങ്ങിന് തന്നെ നല്ല വെയിറ്റ് കാണത്തില്ലേ. അപ്പം പുള്ളി പറയാം എന്നെന്താ പോവാലെന്ന് പറയും. എന്നിട്ട് അപ്പൊ അടുത്ത ഷോട്ടിൽ എന്ന് പറയുന്നത് നിങ്ങൾ 2 പേരും തെങ്ങെടുക്കുന്നു, അതിന്റെ സെന്ററിൽ ചേട്ടൻ മേലിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇരിക്കുന്നിരുന്ന പാട് നമ്മളിപ്പം കൊണ്ടുപോയി ആദ്യം ആ വീഡിയോ ചെയ്യാൻ നിന്ന മാമനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ
ആ ദിവസം മാമൻ വന്നില്ല. അങ്ങനെയാണ് പിന്നെ അത് മാറിപ്പോയി. എന്തായാലും ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ. ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാ, സ്വന്തം ആൾക്കാരിലേക്ക് ചെന്ന പോലത്തെ ഒരു ഫീലാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്.